നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആധാർ കാർഡുള്ള മുഴുവൻ ആളുകളും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതില്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അപ്ഡേഷനും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട രേഖയാണ്. നമ്മുടെ മൊബൈൽ നമ്പറുമായും നമ്മുടെ എല്ലാ കാര്യങ്ങളുമായും ബാങ്ക് അക്കൗണ്ട്, മൊബൈൽ നമ്പർ, പാൻ കാർഡ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളായും നമ്മൾ ലിങ്ക് ചെയ്ത ആധാർ കാർഡിലെ ഫോൺ നമ്പർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്ഡേഷനും മറ്റു കാര്യങ്ങളും യഥാസമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്, ഇത്രയും കാലമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ ഒരുപാട് സമയമായി സർക്കാർ പറയുന്നു. ഇതുവരെ അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആധാറിലെ മൊബൈൽ നമ്പർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. നമ്മൾ ആധാർ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ നമ്മൾ ഒരു മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുകയും അത് നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുമുണ്ടാകും. അതിനുശേഷം നമ്മൾ പല സമയങ്ങളിൽ നമ്മൾ മൊബൈൽ നമ്പർ മാറ്റുകയോ, അത് പ്രവാസികളായിരിക്കുമ്പോൾ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുള്ളത് നമ്മുടെ മൊബൈൽ നമ്പർ ഓരോ പ്രാവശ്യം നാട്ടിൽ വരുന്ന സമയത്ത് ചേഞ്ച് ആക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും കണക്ഷൻ എടുക്കാൻ വേണ്ടി പഴയ നമ്പർ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും ആധാറിൽ അതുണ്ടാകും. ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ മാത്രമായിരിക്കും. അതിലെ OTPക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ബാങ്ക് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, അതുപോലെ തന്നെ പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, പെൻഷൻ, മറ്റെല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു OTP വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെയാണ് ആധാർ ലിങ്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. അല്ലാത്ത പക്ഷം നമ്മൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന, നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ, 5 വയസ്സിന് താഴെയുള്ള സമയത്ത് എടുത്ത ആധാർ കാർഡാണെങ്കിൽ അവർക്ക് 6 വയസ്സും 7 വയസ്സും ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ആധാർ കാർഡ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യണം. അവരുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ സ്കൂൾ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു അപ്ഡേഷൻ നിർബന്ധമാണ്. എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് റേഷൻ ഷോപ്പിൽ പോയി ഫിംഗർ ചെയ്യാനും ഫിംഗർ അനുസൃതമായ എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു അപ്ഡേഷൻ നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് 15 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡാണെങ്കിൽ നമ്മൾ 15 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യണം. മുകളിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു അപ്ഡേഷൻ വളരെ നിർബന്ധമാണ്. ഇതിനുള്ള നമ്മൾ ആധാർ കാർഡുള്ള ആളുകൾ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ തന്നെ പോകണം. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ അപ്ഡേഷൻ അത് നമുക്ക് നമ്മളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ നമുക്ക് ചെയ്യാൻ സാധിക്കും. അല്ല, ഇതുവരെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർ നേരിട്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് ലിങ്ക് ചെയ്യണം. ഇതിൽ പ്രവാസികളെ പല ആളുകളും നമ്മോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളത്. അവർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വിദേശത്ത് നിന്നും അവർക്ക് അല്ലെങ്കിൽ നാട്ടിലെ സുഹൃത്തുക്കളോട് പറഞ്ഞാൽ അവർ OTP നൽകി കഴിഞ്ഞാൽ അവർ ചെയ്യും. അല്ല, ഇതുവരെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവർ നാട്ടിൽ വരുന്ന സമയത്ത് അവർ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.